ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 5 പാക്ക് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമനിരീക്ഷണ വിമാനവും തകർത്തെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ്. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ച് വ്യോമസേനാ മേധാവി പ്രതികരിക്കുന്നത്. S-400 പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചതായി വ്യോമസേനാ മേധാവി പറഞ്ഞു. പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളടക്കം തിരിച്ചടിക്ക് ഉപയോഗിച്ചു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും ബംഗളൂരുവിലെ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7-നാണ് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത്. 9 ഭീകരകേന്ദ്രങ്ങൾ പുലർച്ചെയുള്ള ആക്രമണത്തിൽ തകർത്തു. 25 മിനിറ്റിൽ 24 ആക്രമണങ്ങളാണ് സൈന്യം നടത്തിയത്. പിറ്റേന്ന് 15 ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് പാക് ആക്രമണമുണ്ടായി. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി. കഞ്ഞിക്കുഴി മാങ്ങാനത്ത് വില്ലയിൽ വൻ കവർച്ച. വയോധികയും മകളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് 50 പവനും പണവുമാണ് കവർന്നത്. അമ്പുംകയത്ത് വീട്ടിൽ അന്നമ്മ തോമസ് 84 വയസ്സ്, മകൾ സ്നേഹ ഫിലിപ്പ് 54 വയസ്സ് എന്നിവരാണ് വില്ലയിൽ താമസിക്കുന്നത്. സ്നേഹയുടെ ഭർത്താവ് വിദേശത്താണ്. ഇവർ ആശുപത്രിയിൽ പോയ സമയത്ത് വീടിന്റെ വാതിൽ തകർത്താണ് മോഷണം നടന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുള്ളയാളാണ് അന്നമ്മ തോമസ്. ഇന്നലെ രാത്രി ഇവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് ആംബുലൻസ് വിളിച്ച് മാങ്ങാനത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 6 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണവിവരം അറിഞ്ഞത്. 21 നമ്പർ കോട്ടേജിന്റെ മുൻവാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മുറിയിലെ സ്റ്റീൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത്. തുടർന്ന് സ്നേഹ വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 2 മണിക്കും പുലർച്ചെ 6 മണിക്കുമിടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫ്ളാറ്റുമായി ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുക എന്ന സതുദ്ദേശത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ C.H. ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിനെതിരായ നടപടികൾക്കാണ് അധികാരികൾ ശ്രമിച്ചതെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ KGM-CTA വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് തികച്ചും പ്രതിഷേധാർഹമാണെന്നും സംഘടന വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്ന ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. സംഘടന ഉന്നയിച്ച വിഷയങ്ങൾ വിശദമായി ഉടൻ ചർച്ച നടത്താമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകില്ല എന്ന് DMEയും ഉറപ്പു നൽകിയതായി സംഘടനാ നേതാക്കൾ അറിയിച്ചു. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ അധികാരികൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്തുകയും മുറി മറ്റൊരു താഴിട്ട് പൂട്ടുകയും ചെയ്തത് അറ്റേറ്റം വയറ്റായ പ്രവൃത്തിയാണ്. വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തത്തിലുള്ള വസ്തുവകകൾ പരിശോധിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തി വേണം. വകുപ്പ് മേധാവിയുടെ മുറി ആ വകുപ്പിന്റെ ഓഫീസ് കൂടിയാണ്. ആ മുറിയിൽ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ്, മാർക്ക് ലിസ്റ്റ്, ഓഫീസിലെ കട്ടിടപാട് രേഖകൾ, മറ്റു രേഖകൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിച്ചിട്ടുള്ളതാണ്. മുറി പൂട്ടിയതിനു ശേഷം അതിന്റെ ഒരു രസീതും നൽകിയിട്ടില്ല. ഇത് സാമാന്യനീതിക്ക് വിരുദ്ധമാണ്. ഇതിനുശേഷം വാർത്താസമ്മേളനം നടത്തി വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇത് ഡോക്ടർ ഹാരിസിനെ മനഃപൂർവ്വം കുരുക്കാനുള്ള ശ്രമമാണെന്ന് മാത്രമേ കാണാൻ കഴിയൂ. ഈ പ്രവൃത്തികളെ ശക്തമായി അപലപിക്കുന്നു. കാണാനില്ല എന്ന് പറയപ്പെടുന്ന ഉപകരണം അവിടെ തന്നെയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. അവിടെ പുതുതായി കണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഉപകരണവും രസീതും നന്നാക്കാൻ ശ്രമിക്കാൻ കൊണ്ടുപോയി തിരികെ എത്തിച്ച നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണത്തിൻ്റേതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രശ്നങ്ങളിൽ കൂടി നിൽക്കേണ്ട അധികാരികൾ തന്നെ മനോവീര്യം കെടുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അപലപനീയമാണെന്നും സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ T. റോസ്നാര ബീഗവും ജനറൽ സെക്രട്ടറി ഡോക്ടർ C.S. അരവിന്ദും പറഞ്ഞു. കുൽഗാമിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ലാൻസ് നായിക് പ്രിത്പാൽ സിംഗും ഹർമിന്ദർ സിംഗുമാണ് വീരമൃത്യു വരിച്ചത്. സൈനികരുടെ ധീരത എന്നും പ്രചോദനമായിരിക്കുമെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സൈന്യം പറഞ്ഞു. ഓപ്പറേഷൻ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കി. 9 ദിവസമായി സൈന്യം മേഖലയിൽ ഭീകരർ കൈത്തിരച്ചിൽ നടത്തുകയാണ്. ഓപ്പറേഷൻ ആരംഭിച്ച ശേഷം 11 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് ഓപ്പറേഷൻ അഘാൽ ആരംഭിച്ച ശേഷം 2 ഭീകരവാദികളെ സൈന്യം വധിച്ചിരുന്നു. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സൈന്യം മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ്.